ചെറിയ ചെറിയ രോഗങ്ങൾ മുതൽ വലിയ വലിയ രോഗങ്ങൾ വരെ എപ്പോൾ എന്ത് രോഗം വന്നാലും നമ്മൾ ഭയക്കുകയാണ്, ഹോസ്പിറ്റലിൽ ഓടുകയാണ്. പലപ്പോഴും ശമനം കിട്ടുന്നില്ല. എന്തെങ്കിലും വേദന വന്നാൽ അപ്പം തന്നെ നമ്മൾ പാരസെറ്റമോൾ എടുത്ത് കഴിക്കും. ഇതെല്ലാം കഴിച്ചിട്ട് കിഡ്നിക്കും ലിവറിനും എല്ലാം എഫക്ട് ചെയ്യുമെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ഇതെല്ലാം കഴിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടുപോകുകയോ പാരസെറ്റമോൾ ഒന്നും ഇല്ലാതെ തന്നെ എത്ര വലിയ വേദനയിലും ടക്കടക്കയിൽ നമുക്ക് മാറ്റാൻ പറ്റുന്ന ചെറിയ ടെക്നിക്കുകളാണ്. ഇത് നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. പഠിക്കാൻ പറ്റുന്നതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തിരിക്കും. എവിടെ വേദന? ഈ സൈഡ്. പിന്നെ നടുവേദന. നടുവിന്റെ എവിടെ? ബാക്ക് കൊണ്ട് ഈ സൈഡ് വേദന. നമ്മൾ ലീഫ് വെച്ചിട്ട് ഇതിന്റെ റിസൾട്ട് പറയാൻ വേണ്ടിയാണ്. ഇപ്പൊ നമ്മൾ ലീഫ് വെച്ചു. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ നടുവിന്റെ വേദന കഴുത്തിന്റെ വേദന പറയും. കുറച്ച് കുറഞ്ഞു പോലെ. നമ്മൾ ലീഫ് വെച്ചോളൂ, സെക്കൻഡുകളായിട്ടില്ല. വച്ചപ്പോ തന്നെ ഞാൻ ചോദിച്ചു. പെയിൻ മാറ്റാൻ ലീഫ് തെറാപ്പി, എന്തെങ്കിലും ലീഫ് തെറാപ്പി സിമ്പിളാ. വെറുതെ ഒരു വില ഒട്ടിച്ചാൽ മതി. കൈയുടെ മുട്ട്, 2 ഷോൾഡർ, കൈ മേലൊക്കെ പൊക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഭയങ്കര പിടുത്തോണം. ഇവിടെ വെട്ടി നോക്കുന്നത് രാവിലെ. എവിടെ വേദന? കാൽമുട്ട് വേദന. കാൽമുട്ട് വേദന, തരിപ്പ് ഇപ്പൊ ഉണ്ടാവും. പൊക്കുമ്പോ കുഴപ്പമില്ല. ഇപ്പൊ പൊക്കുമ്പോ കുഴപ്പമില്ല. കുഴപ്പമായിരുന്നു. ഇവിടെ പിടുത്തായിരുന്നു. ഇല്ല ഇല്ല. ഹാഫ് കുറഞ്ഞിട്ടുണ്ട്. ഹാഫ് എവിടെയൊക്കെ കുറഞ്ഞു? ഹാഫ് ഇവിടെയും കുറഞ്ഞു, ഇവിടെയും കുറഞ്ഞു. കഴുത്ത് എങ്ങനെയുണ്ട്? കഴുത്തും പകുതി വേദന കുറഞ്ഞു. പകുതി വേദന കുറഞ്ഞു. എന്താ ചെയ്ത് നമ്മളിപ്പോ? ഒരു ലീഫ് വെച്ച്. എത്ര സമയമായിട്ടുണ്ടാവും? ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ടാവും. 4 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പൊ എല്ലാം എനിക്ക് രാവിലെ ഒന്ന് എണീറ്റപ്പോ പെടലി വെട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പം ഡോക്ടറെ ഞാനത് പറയണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പൊ ഇവിടെ വന്നിരുന്ന ഈ ലീഫ് വെച്ചപ്പം പെട്ടെന്ന് തന്നെ മാറിയത്. എത്ര സമയമുണ്ട്? 3-4 മിനിറ്റ് ഉണ്ടാവും. 2-3 മിനിറ്റ് അല്ലേ? 3-4 മിനിറ്റ് കൊണ്ട് മാറി. ഫുള്ള് മാറി. മാറി. ഇവിടെയും തിരിയുന്നില്ലായിരുന്നു അങ്ങനെ. ഇവിടെ നല്ല പെയിൻ ആയിരുന്നു. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് മാറി. ഈ ഓല വെച്ചതിന് ശേഷം നടുവിന് വേദന കുറഞ്ഞു വരും. വേദന കുറഞ്ഞു. എത്ര കുറഞ്ഞു? 1/4 ഭാഗം കുറഞ്ഞു. 1/4 ഭാഗം കുറഞ്ഞു. എന്തിനായിരുന്നു ഇപ്പൊ ഈ ഓല വെച്ചത്? എന്തിനാ? കാലുവേദനക്ക്. എത്ര നാളായിട്ടുള്ള കാലുവേദനായിരുന്നു? കുറെ നാളായി. എന്നിട്ട് ഇപ്പൊ ആ ഓല വെച്ചപ്പോ എന്തായി? ഇതൊരു സമാധാനമുണ്ട്. ചെറിയ മിനിറ്റുകൾ കൊണ്ട് അല്ലെ? കുറച്ച് സമയമല്ലേ ആയിട്ടുള്ളൂ. മാറ്റൂല്ലേ? ടിനിറ്റസ് എന്ന് പറഞ്ഞ സംഭവം, ലീഫ് തെറാപ്പി നമ്മൾ വെച്ചിട്ട് പോയി കുറച്ച് മുമ്പ്. ചെവിയിൽ എന്തോ കിരികിരിപ്പ് അല്ലെ? ശബ്ദം എപ്പോഴും എന്ന ശബ്ദം. അപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട്. എത്ര സമയമായിട്ടുണ്ടാവും നമ്മൾ ഇല വെച്ചിട്ട്? 10 മിനിറ്റ് 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. വെറുതെ നോണ പറയരുത്. സ്ഥലം എവിടെ? മലപ്പുറം. കഴുത്ത് എന്തായി? എന്തോരം കുറവായി? 80% കുറവായി. ചെവി 60%. ഇത് 3 മണിക്കൂർ വെക്കേണ്ടതാ. 60% കുറഞ്ഞാൽ തന്നെ ടിനിറ്റസ് എന്ന് പറയുന്ന രോഗത്തിന് പൊതുവിൽ മോഡേൺ സയൻസിന്റെ മരുന്നിനെ കുറിച്ച് അവർക്ക് അറിയാൻ പറ്റും. ആകെ ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ നമ്മൾ ലീഫ് വെച്ചിട്ട്. 3 മണിക്കൂർ വെക്കേണ്ട ലീഫാ. ആ 10 മിനിറ്റ് കൊണ്ടുള്ള റിസൾട്ട് 60%. എൻവെയിൽ ലീഫ് തെറാപ്പി. 2 കാലിന്റെ മസില് കളയാണ്. ഇപ്പൊ പെയിൻ ആ മസിലിന്റെ പെയിൻ മാറുമ്പോ ഒന്ന് പറയണം. ഓക്കെ, വരുന്ന സ്ഥലോടെ? കണ്ണൂര്. മണോറില്ല? ഇല്ല. ഇപ്പൊ പെയിൻ ഇല്ല. ഇപ്പൊ പെയിനില്ലല്ലോ. നേരത്തെ അവസ്ഥ വെച്ചിട്ട് എത്ര? ഫുള്ള് മാറി. അത് മാറി. ഇനിയിപ്പോ ബാക്കിയുള്ളതല്ലേ, അത് പിടിച്ചിരുന്നാൽ മതി. ഓക്കെ. നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും വേദനകൾ ഉണ്ടെങ്കിൽ, ഏത് ടൈപ്പ് വേദനയാണെങ്കിലും, വേദന ഉള്ളവരൊക്കെ നമ്മുടെ വേദനയുടെ മുദ്രയാണ് ചൂണ്ടുവിരൽ തള്ളവിരലിന്റെ താഴെ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യാന്നുള്ളത്. എന്നിട്ട് ബാക്കി 3 വിരൽ നിവർത്തി പിടിക്കാം. ചൂണ്ടുവിരൽ തള്ളവിരലിന്റെ താഴെയുള്ള കടക്ക ടച്ച് ചെയ്യാം. ആ കൈക്ക് വേദന ഉണ്ടായിരുന്നു. അത് മാറിയാവോ? ഇപ്പൊ മുദ്ര പിടിക്കാൻ പറഞ്ഞപ്പോ കഴുത്ത് തിരിയാനുണ്ട്. ഒരു കുഴപ്പമില്ല. മുട്ടിനുണ്ട്. അപ്പൊ ഞാൻ ഇത്തിരി നേരം കൂടെ പിടിച്ചിരുന്നപ്പോ മുട്ട് കുഴപ്പമില്ല. ഇപ്പൊ നടന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതിന് നമ്മളൊരു വെബിനാർ വെച്ചിട്ടുണ്ട്. ആ വെബിനാറിൽ നിങ്ങളൊന്ന് പങ്കെടുക്കുക. ഈ കാണുന്ന 2 ഡേറ്റിലും നമ്മുടെ വെബിനാർ വെച്ചിട്ടുണ്ട്. ഈ വെബിനാറിന്റെ പ്രത്യേകത, ഒന്ന് രാത്രിയാണ് വെച്ചിരിക്കുന്നത്. അത് ഇന്ത്യയിലുള്ള എല്ലാവർക്കും പങ്കെടുക്കാനും. എന്നാൽ ഒന്ന് വെള്ളിയാഴ്ച വെച്ചിട്ടുണ്ട്. ആ വെള്ളിയാഴ്ച വൈകുന്നേരം 4:30 ഇന്ത്യൻ സമയമാണ് വെച്ചിരിക്കുന്നത്. അത് ഗൾഫിലുള്ളവർക്കൊക്കെ ജുമയൊക്കെ കഴിഞ്ഞിട്ട് ആണ് സമയം കിട്ടുള്ളൂവെങ്കിൽ അതും വേണ്ടിയിട്ടാണ് ഈ വെബിനാർ നിങ്ങൾ പങ്കെടുക്കുന്നത്. നിങ്ങളുടെ വീട്ടിലേക്ക് മരുന്ന് മേടിക്കുന്നതിന്റെ അളവ് എന്തായാലും കുറക്കാൻ കഴിയും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ ബന്ധപ്പെടുക.